നമസ്കാരം. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു. ഈ ചങ്ങല കണ്ട ഒരു വിഷയമുണ്ടായിരുന്നു. ആ ചങ്ങലയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹമായിട്ട് എന്നെ കൊണ്ടുവന്ന ആൾ കഴിഞ്ഞ ദിവസം വിളിച്ചു. ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് ദുഃഖകരമായ ഒരു മാനസികാവസ്ഥയുണ്ടാക്കി എനിക്ക്. കാരണം എന്നെ പിന്നെ അവസാനം അദ്ദേഹം കാണാൻ വന്നില്ല. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ പറ്റിയ അദ്ദേഹത്തിൻ്റെ ചിന്താധാരകൾക്കുണ്ടായ ഒരു അബദ്ധമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില വിധി അങ്ങനെ ആയിരിക്കും. അദ്ദേഹം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മാറ്റത്തിന് ഞാനിങ്ങനെ ഒരുപാട് ചിന്തിച്ചു അതിനെക്കുറിച്ച്. എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ? അങ്ങനെ എന്തായാലും ഈ പ്രോഗ്രാം കണ്ടിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന അദ്ദേഹത്തിന് വ്യസനമൊന്നുമില്ല. സാമ്പത്തിക നേട്ടം ഉണ്ടായ ആളാണ്. അതങ്ങനെ അയാളുടെ വിധിയാണ്. ഭയങ്കര അതാ ഞാൻ പറഞ്ഞ കൂടുതൽ സംസാരിക്കേണ്ട അതിനെക്കുറിച്ച്. ഒന്ന് ആലോചിക്കണം. ഇതാണ് മനുഷ്യൻ. എന്തായാലും അതൊരു വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയായിപ്പോയി. ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം, നമ്മുടേത് അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പലതിനും ഉത്തരവില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ മമ്മൂക്കയെക്കുറിച്ച് ചെയ്ത പ്രോഗ്രാം ഞാൻ ആ സിനിമ കണ്ടോടെ അതിന് അഭിപ്രായം എഴുതിയ വേണ്ട അദ്ദേഹത്തിൻ്റെ അനിയൻ ഇബ്രാഹിം കുട്ടിക്ക് കൊടുക്കാനായിട്ട് അയച്ചു കൊടുത്ത ആളാണ്. യൂട്യൂബിലെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾക്കകത്തൊരു സത്യമുണ്ടെന്നുള്ളത് 100%. എൻ്റെ മുമ്പിൽ എത്ര തെളിവുകളാണ് നിങ്ങൾക്ക് വേണ്ടത്? നമുക്ക് ഈ പറയുന്നവർക്ക് അതിനകത്ത് യൂട്യൂബുകാർ വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാനുള്ളത് തന്നെയാണ് പറഞ്ഞത്. ഇനി ആ വിശ്വാസം ഇല്ലാത്ത ആൾ ഇങ്ങോട്ട് വന്നാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്താണെന്ന്. അതിന് ഒരു മടിയില്ല. ഇതിപ്പോൾ വന്നത് ഒരു കാര്യം, ഒരമ്മ എന്നെ വിളിച്ചു. ഈ വാർദ്ധക്യം 50 വയസ്സ് കഴിഞ്ഞവർക്കാണല്ലോ ഇത്തരം കാര്യങ്ങൾക്കകത്ത്. എങ്ങനെ ഇവരിത് കേൾക്കുന്നു എന്ന് എനിക്കറിയില്ല. ഈ യൂട്യൂബിലെ വാർത്തകൾ എങ്ങനെയാണ് കേൾക്കുന്നതെന്ന്. സ്വാമി, എൻ്റെ പറമ്പ് ഏകദേശം ഇത്രയും ദൂരമുണ്ട്. എൻ്റെ മക്കളൊക്കെ നല്ല സ്ഥിതിയിലാണ്. എൻ്റെ കുടുംബത്തിലൊരു വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാമിയുടെ ഈ ചങ്ങല സംബന്ധിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് ഞാൻ കണ്ടു. എനിക്ക് ഉള്ളിലൊരു ഭയമുണ്ട്. ഞാൻ എന്തിനാണ്? അല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ പലതും പറഞ്ഞു കേട്ടു. ഞാൻ ചോദിച്ചു എന്താണ്? ആ കുടുംബത്തിലെ ഒരാൾ, അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സ്വത്തുണ്ട്. ആ സ്വത്തുണ്ടായിരുന്ന ആൾ വിവാഹത്തിന് തയ്യാറാകാതിരിക്കുകയും, വലിയ ഫാമിലിയാണ്. ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് പറഞ്ഞാൽ ആ പേര് ഇല്ലെന്ന് പറയുന്നില്ല, ഒരു തറവാടാണ്. അപ്പോൾ ഇദ്ദേഹം കല്യാണം കഴിക്കാതിരിക്കുകയും ഇദ്ദേഹത്തിൻ്റെ സ്വത്തും ഇദ്ദേഹത്തിന് ഇഷ്ടം പോലെ ഇടയ്ക്ക് തീർത്ഥയാത്ര പോകും, ഗംഗയിലൊക്കെ പോകും എന്നാണ് പറയുന്നത്. മുടിയൊക്കെ വളർത്തി ആത്മീയമായ ലൈനിൽ കൂടെയാണ് സഞ്ചരിക്കുന്നു എന്നാണ് പറയാറുള്ളത്. ഇദ്ദേഹം എന്തിന് വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ, ഒരു നേരം മാത്രമേ ഭക്ഷണവും കഴിക്കുകയുള്ളൂ ഉണ്ടായിരുന്നു എന്നാണ് ഈ അമ്മയ്ക്ക് പറയാനുള്ളത്. പക്ഷേ ഇദ്ദേഹം ഒരു നായ വളർത്തുമായിരുന്നു. നാടൻ നായാണ്. ഈ നായ് ഇദ്ദേഹത്തെ കാണുമ്പോൾ ആശ്രിതവത്സനായിട്ടുള്ള ഒരാളെ പോലെയാണ് ഈ നായ് പെരുമാറുക. ഇദ്ദേഹത്തിനൊരു സ്വഭാവമുള്ളത്, ഇദ്ദേഹം ഇങ്ങനെ നഖം വെട്ടും. ഇതാണ് ഇദ്ദേഹം. ഈ നഖം പെട്ടെന്ന് വളരും എന്നാണ് പറയുന്നത്. ഈ നഖം വെട്ടുന്ന നഖം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇദ്ദേഹം ശേഖരിക്കും എന്നാണ് പറയുന്നത്. ഈ അമ്മ പറഞ്ഞതാണ്. അപ്പം ഞാൻ ചോദിച്ചത് എന്ത് ചെയ്യും? അതറിഞ്ഞുകൂടാ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ. ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കുകയുള്ളൂ. ഈ ആഹാരം ഇദ്ദേഹം തന്നെ ഉണ്ടാകും. അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് വെറുതെ ഈ മാന്ത്രിക നോവൽ എഴുതുന്നതിൻ്റെ ഒരു സ്ഥിതി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അതിനോട് തലച്ചോറായതുകൊണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇദ്ദേഹം ഈ നഖം വീണ്ടും ഭക്ഷിക്കുമോ? അയ്യോ, അങ്ങനെ ചെയ്യുമോ സ്വാമി? ഞാൻ പറഞ്ഞു അതെന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഇദ്ദേഹത്തിൻ്റെ ക്രമത്തിന് അതീതമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ നഖം വളർന്നു വരികയും ആ നഖം ഇദ്ദേഹം വെട്ടുകയും ആ നഖം ഇദ്ദേഹം സൂക്ഷിക്കുകയും ഈ നായി ഇദ്ദേഹത്തിനോട് എപ്പോഴും സഹവസിക്കുകയും ചെയ്യുന്നതൊക്കെ തന്നെ ഒരു നല്ല നിമിത്തമല്ല. അതിനകത്തെന്തോ അപ്പോൾ അവിടെ മാന്ത്രികർ വല്ലതും ഉണ്ടായിരുന്നു? അതെ, മാന്ത്രികരുണ്ടായിരുന്നു. അത് 2-3 തലമുറ മുമ്പാണ്. ആ മാന്ത്രികർക്ക് എങ്ങനെ മരണപ്പെട്ടു അതൊക്കെ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഈ തലമുറയിൽ ആർക്കും തന്നെ തന്ത്രമന്ത്രവാദികൾ എന്നുള്ളതല്ല, ഒരു തെക്കതുപോലെ ഉണ്ടായിരുന്ന ഭാഗം തന്നെ ഇടിച്ച് നിരത്തി. അവിടേക്ക് ഇപ്പോൾ റബ്ബറാണ്, പിന്നെ ദുരന്തങ്ങളാണ്, കുട്ടികളില്ല, വംശമില്ല, ഒന്നുമില്ല. പക്ഷേ ഈ അമ്മയ്ക്ക് മകനുണ്ട്, 2-3 ആൺമക്കളുണ്ട്. ഇത് സഹോദരനാണ്, ഈ കുടുംബത്തിലെ ഒരു സഹോദരനായിരുന്നു ഈ അദ്ദേഹം. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? അതറിയില്ല സ്വാമി, അദ്ദേഹം എവിടെയാണെന്ന്. ഒരു രാത്രി ഇദ്ദേഹം ഇല്ലാതാകുകയാണ്. വിവാഹം കഴിച്ചിരുന്നു. ഇദ്ദേഹത്തിന് ഒരുപാട് വിവാഹാലോചന വരുന്നു. കാരണം വളരെ പണ്ഡിതനായിരുന്നു.
ഈ മേള നിലയിൽ തന്ത്രശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു മുറിയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഇത്. താളിയോലകൾ എടുത്ത് വായിക്കാറുണ്ടായിരുന്നു. പലതും ഇദ്ദേഹത്തെ അന്വേഷിച്ച് ഇടയ്ക്ക് ഒരു സുഹൃത്ത് വരും. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയാൻ പറ്റില്ല എന്ന് ഈ അമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എനിക്ക് കാരണം സ്ത്രീയും പുരുഷനുമല്ലാതെ ശിഖണ്ഡി വർഗത്തിൽപ്പെട്ട ഒരാൾ ഇദ്ദേഹത്തെ അന്വേഷിച്ച് വരിക, ഇദ്ദേഹത്തിൻ്റെ നഖങ്ങൾ വളരുക, ഈ വീട്ടിലെ നായ് പിന്നെ ഇദ്ദേഹമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടാകുക, നാടൻ പെട്ടിയാണ്, വംശം ഇങ്ങനെ നശിച്ചു പോവുക. ഇതിൻ്റെയൊക്കെ പിന്നിലേക്ക് എടുക്കുമ്പോൾ ഞാൻ 2-3 ചോദ്യങ്ങൾ ഞാൻ മുന്നേ നക്ഷത്രങ്ങൾ അമ്മയോട് ചോദിച്ചു. അതെ ഈ നക്ഷത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇദ്ദേഹം പോയതിന് ശേഷം ആരെങ്കിലും ഇദ്ദേഹത്തെ അന്വേഷിച്ച് വന്നിരുന്നോ? അതെ, അന്വേഷിച്ച് വന്നിരുന്നു. ആരാണ് അന്വേഷിച്ച് വന്നത്? ഈ ശിഖണ്ഡി ആയി ലക്ഷണമുള്ള എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളാണ് എടുത്തേക്കുന്നത്, സ്ത്രീണഭാവമുള്ള ഈ പുരുഷനോ സ്ത്രീയോ ഈ അന്വേഷിച്ച് വന്നതായിട്ട് അമ്മയ്ക്കറിയാം. അത് എപ്പോഴാണ് വന്നത്? അത് രാത്രിയാണ് വന്നത്. ആ രാത്രി മഴയുണ്ടായിരുന്നൊരു കാലമായിരുന്നു. അതെ, മഴയുണ്ടായിരുന്നു. ഇത് കഥയല്ല, ഇത് യഥാർത്ഥത്തിൽ എന്നെ വിളിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ഒരു സംഭവം ഞാനെടുത്ത് അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ ഞാൻ ചോദിക്കുമ്പോൾ തെറ്റായി എടുക്കരുത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല, എനിക്ക് സ്വാമിയെ ഒന്ന് അത്യാവശ്യമായി കാണണം. സ്വാമി ചോദിച്ച ചില ചോദ്യങ്ങളും ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഒന്ന് വരാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, എവിടെയാണ് സ്ഥലം പറഞ്ഞു. അപ്പം അങ്ങനെ യാത്രകളില്ല. ഞാൻ പറയുന്ന 2-3 ചോദ്യങ്ങൾ കൂടെ അമ്മ ഒന്ന് മറുപടി തരണം. ഞാനൊന്ന് ആലോചിച്ചിട്ട് ഇതെന്താണെന്ന് കണ്ടെത്താം. അപ്പോൾ ഈ സ്വത്തുക്കൾക്ക് അവകാശമില്ലാതെ വരിക, ഇത് നശിച്ചു പോകുക, അത് രണ്ടും ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു, എന്നെ നാളെ വിളിക്കൂ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു വെച്ചു. ഒരുപാട് പേര് വിളിക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ തിരിച്ച് വിളിക്കുക, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആര് വിളിച്ചാലും തിരിച്ച് വിളിക്കണം എന്നാണ്. 2 ഫോണും ഉണ്ട്, ലാൻഡ് ഫോണും ഉണ്ട്. 300ഓളം ഫോണുകളാണ് വരുന്നത്. എനിക്ക് എല്ലാവരോടും സംസാരിക്കണമെന്നുണ്ട്, എല്ലാവരുടെ ചോദ്യങ്ങൾക്കും മറുപടി പറയണമെന്നുണ്ട്. പക്ഷേ ശബ്ദം പോകും രാവിലെ ആകുമ്പോഴത്തേക്കും. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്ക് വിളിക്കും, ആര് വിളിച്ചാലും സംസാരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ദിവസം, അതിപ്പോൾ 2 ദിവസമാക്കി, ഇനി ഒരാഴ്ചയെങ്കിലും വെക്കേണ്ടി വരുമ്പം. കാരണം നമ്മുടെ തന്ത്രശാസ്ത്രങ്ങൾ നശിച്ചുകൊണ്ട് പോവുകയും മനുഷ്യൻ്റെ യഥാർത്ഥ വിഷയങ്ങൾ കണ്ടെത്താൻ പറ്റാതിരിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ചൂഷണത്തിന് വിധേയരാകുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ചാണ് നമ്മുടെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്തായാലും ഞാനതിൻ്റെ ഒരു അവസ്ഥ കണ്ടെത്തി, കുറച്ച് ബുദ്ധിമുട്ടി. രാത്രി 3 മണിക്ക് തന്നെ എഴുന്നേറ്റ് കർണേഷ് ഉപാസനയോട് മാത്രമേ ഫലം പറയാൻ പറ്റുള്ളൂ. ഈ നഖം വളരുന്ന ആൾ നഖം വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ വളരും. ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കും. ഞാൻ ചോദിച്ചു, എന്താണ് കഴിക്കുന്നത്? അദ്ദേഹം പച്ചരി ചോറിൻ്റെ കൂടെ എള്ള് കുഴച്ച് കഴിക്കും. ഇത് ബലിക്കാക്കയ്ക്ക് കൊടുക്കുന്നതാണ്. നമ്മുടെ ബലികർമ്മങ്ങൾ ചെയ്യാൻ കഴിയാത്തവർ ഒരു ചിരട്ടയിൽ വെള്ളം വെച്ചിട്ട് ഈ എള്ളും പച്ചരിയും കൂടെ കുഴച്ച്, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആവരുത്, വെറുതെ 2ാമത് വെച്ച് കൊടുക്കണം. അത് കഴിക്കുന്ന ആളിനൊരു പ്രത്യേകതയുണ്ട്. കാരണം അദ്ദേഹം പിതൃലോകവുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ മരണം വളരെ അത്ഭുതമായിരിക്കും. അങ്ങനെ കഴിക്കുന്ന പച്ചരിച്ചോറും എള്ളും ചേർത്ത് ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം മാന്ത്രിക കർമ്മങ്ങളിൽ പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 ജന്മമായിട്ട് പൂർവിക ബന്ധമുള്ള ആളായിരിക്കും. വളരുന്ന നഖം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയം ഞാൻ ചോദിച്ചു, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് സന്ധ്യയ്ക്ക് നഖം വെട്ടിക്കൂടാന്ന് പറയുന്നു. ആ സൂര്യൻ അസ്തമിക്കുന്ന തൊട്ടുള്ള സമയമാണ് ഇദ്ദേഹം നഖം വെട്ടുന്നത്. ഈ വെട്ടുന്ന നഖം ഇദ്ദേഹം ശേഖരിക്കുന്നു. ഒരു നായ എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ നായ എവിടെ പോയി? ഈ ഇദ്ദേഹത്തിൻ്റെ കാണാതായതിനു ശേഷം ഈ നായ് കുറേ ദിവസം അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇദ്ദേഹത്തെ അന്വേഷിച്ച് ഈ സ്ത്രൈണഭാവമുള്ള ആളൊരു രാത്രി വന്നു. അമ്മയോട് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അമ്മേ, ഞാൻ നിങ്ങളോട് സത്യം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ മുറിയിലിരിക്കുന്ന ഒരു സാധനം ഉണ്ട്, അതൊന്ന് എടുത്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഭയങ്കര അനിയനോട് ഭയങ്കര ഇഷ്ടമാണ്, കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എവിടെ അവനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പറഞ്ഞ സ്ത്രീയുടെ പുറകിൽ ഈ നായ് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. മഴ പെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞൊന്ന് അകത്തോട്ട് കയറാൻ ഇല്ല, അവർ നനഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു. അത് ഇന്ന ഭാഗത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഇവർ ആ മുറിയിൽ കയറുമ്പോൾ ഇവർ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്, ആ പെട്ടിയുടെ പുറത്ത് ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ആരാണ്? അത് ഈ പറഞ്ഞ അനിയൻ തന്നെ, മുടിയൊക്കെ വളർത്തിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് ഈ നായുടെ തൊടലെടുത്ത് എനിക്ക് നേരെ നീട്ടി. എന്നിട്ട് ഞാനിത് ഭയന്നോടുകൂടി ഇതിന്ന് പുറത്തേക്ക് ചാടി. ഇത് നമ്മൾ കണ്ടെത്തുന്നതാണ്. ഇത് എൻ്റെ മനസ്സിൽ വെച്ചു. ഞാൻ അമ്മയോട് ചോദിച്ചു, വിളിച്ചു വീണ്ടും.
ഞാൻ പറഞ്ഞു അമ്മയായിട്ട് സംസാരിക്കാതിരിക്കുന്നു. അമ്മ ഇങ്ങനൊരു സംഭവം ഉണ്ടായോ? അവർ എൻ്റെ ദൈവമേ എന്ന് ഫോണിൽ കൂടെ ഒരു വിളി വിളിച്ചു. സ്വാമി, ഇത് ഞാൻ കണ്ടതാണ്, എനിക്ക് തോന്നിയതാണോ? ഞാൻ ആ ചങ്ങല എടുത്ത് വലിച്ചെറിഞ്ഞു. എവിടെ എറിഞ്ഞു? പറമ്പിലേക്ക് എറിഞ്ഞു. ആ പറമ്പിൽ അമ്മ നോക്കാമോ, ആ പറമ്പിൽ ചങ്ങല എപ്പോഴും കിടപ്പുണ്ട്. ഈ സ്ത്രീ എന്ത് ചെയ്തു? ഇതവിടെ നിൽക്കട്ടെ. ഈ സ്ത്രീ എന്ത് ചെയ്തു? ഇവരെ ഞാൻ തിരിച്ചിറങ്ങുമ്പം ആ സ്ത്രീ ഇല്ല, ഈ നായ് മാത്രമേ ഉള്ളൂ. ഇത് കരഞ്ഞുകൊണ്ട്, ഞാൻ ഈ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഇത് ദൂരേക്ക് ഇങ്ങനെ ഓടിപ്പോയി. അതിൻ്റെ നിലവിളി ഇങ്ങനെ കേൾക്കായിരുന്നു. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ബാക്കി പറയുന്ന ഈ അമ്മയാണ്. ഞാനിത് കണ്ടെത്തിയതിന് ശേഷം ഭാഗം പറയുന്ന ഈ അമ്മയാണ്. എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. ഞാൻ പറമ്പ് മുഴുവൻ പോയി തിരഞ്ഞു, ആ ചങ്ങല കണ്ടെത്താനേ പറ്റിയില്ല. ഒരു പട്ടിയുടെ തുടലാണ്, ഒരു നായുടെ തുടലാണത്. സ്വാമി, ഞാൻ ഈ ചങ്ങലയുടെ കഥ ഇതിനകത്ത് DNA കേട്ടല്ലോ. എൻ്റെ മനസ്സിൽ അത് മുതൽ അങ്ങോട്ട് ഒരു ഭയം തുടങ്ങി. ഞാൻ ആ പറമ്പിൽ ആ ചങ്ങല കണ്ടെത്തി. അത് തുരുമ്പിച്ച് മഴയും വെയിലും നനഞ്ഞും ഒക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്. എനിക്കതിൽ തൊടാൻ പേടിയാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ആരുണ്ട് അവിടെ? ഒരു അമ്മയെ സഹായിക്കാനുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ഞാനിവിടെ ഫോണിൽ പിടിച്ചേക്കാം, പോയിട്ടാ അതൊന്ന് എടുക്കണം. അയ്യോ, എന്നെ കൊണ്ട് പറ്റൂല സ്വാമി, ഞാൻ ഭയമുള്ളതാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടുള്ള എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ അവിടെ ചെല്ലുകയാണ്. ഈ തിരക്ക് എഴുത്തിൻ്റെ സമയമാണ്. ഇപ്പം എൻ്റെ ആരാച്ചാറിൻ്റെ മകൾ എന്ന് പറഞ്ഞത് സിനിമ ആയിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് കൊണ്ട് എഴുതി ഇപ്പം തമിഴ് ട്രാൻസ്ലേഷന് കൊടുത്തേക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം. പക്ഷേ എനിക്കൊരു നിഗൂഢത തോന്നി. കാരണം നഖം വെട്ടുന്ന ഒരാൾ, പച്ചരി വെച്ച് എള്ളും ചോറും കഴിക്കുന്ന ഒരാൾ, ഒരു നായ് മാത്രം ഇയാളെ പുറകെ സഞ്ചരിക്കുന്നു. ഇത് ആരോടും അധികം ബന്ധമില്ലാത്ത ആൾ, മറ്റുള്ളവരോട് കുറച്ച് മാത്രം സംസാരിക്കുന്നതും ചിരിക്കുകയും ചെയ്യുന്ന ഒരാൾ, ലോകത്തോട് ബന്ധമില്ല, സമൂഹമായിട്ട് ബന്ധമില്ലാത്ത ആൾ, അവിടെ അദ്ദേഹം ശിഖണ്ഡിയായ അല്ലെങ്കിൽ സ്ത്രൈണഭാവമുള്ള ഒരാൾ വരുന്നു. ഇതെല്ലാം ഒരു സാധാരണ ഒരു സംഭവമല്ല, താന്ത്രിക കഥാപശ്ചാത്തലമാണ്. എന്തായാലും ഞാൻ ആ സ്ഥലത്ത് പോയി. എൻ്റെ ഭാര്യയ്ക്ക് പേടിയായതുകൊണ്ട് കല ടീച്ചർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയാലും ഇറങ്ങാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരിക്കൽ പോയിട്ട് ഒരു സ്ത്രീ കാറിൽ പിന്തുടർന്ന് വന്ന് അവർ ഭയന്നു പോയി. വലിയ കമ്മ്യൂണിസ്റ്റാണ്, പക്ഷേ പേടിച്ചു പോയി, വരില്ല. അപ്പോൾ ഇവർ വണ്ടിയിൽ തന്നെ ഇരുന്നു. ഞാൻ ഇറങ്ങിച്ചെന്നു. ഈ അമ്മ വന്ന് ആരുമില്ല അവിടെ. ഈ വിശ്വാസമില്ലാത്ത നമ്മൾ ഈ ചുവപ്പൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പം എന്താണ് അവ ഒലക്കൊക്കെ എടുത്തടിച്ചാലും നമ്മൾ കൊണ്ടേ പറ്റൂ. ഞാൻ അങ്ങോട്ട് ചെന്ന് ഈ പറമ്പിലോട്ട് കയറി നോക്കുമ്പോൾ ഒരു വലിയ തുരുമ്പിച്ച ചങ്ങല ഇങ്ങനെ കിടപ്പെട്ടു. ഒരു പട്ടിയുടെ തുടലാണ്, ചങ്ങലയല്ല. തുടലെന്നാണ് നമ്മൾ ഈ തെക്കൻ തിരുവിതാംകൂർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനതിങ്ങനെ വടി കൊണ്ടിങ്ങനെ മാറ്റിയിട്ടിട്ട് ഞാനത് കയ്യിലെടുത്ത് ഇങ്ങനെ പിടിച്ച് പൊക്കുമ്പോൾ ഒരു കുടം, ഒരു മൺകുടം, അതിൻ്റെ പുറത്തൊരു ചുമന്ന ഇതുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. അതിങ്ങനെ പൊങ്ങി. എൻ്റെ മുഴുവൻ വന്നിട്ടില്ല. ഞാൻ ആരെങ്കിലും കൊണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് മണ്ണ് മാറ്റിയെടുക്കുമ്പോൾ കാണുന്നത്. ഞാനത് തുറന്നു. കുറേ നഖങ്ങളാണ്, കുറേ മുടിയും. അവിടെ ഉണ്ടായിരുന്ന വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മുടിയും വളർന്ന നഖങ്ങളും ഈ കുടത്തിനകത്താണ്. ഇതിന് നമ്മൾ എന്ത് ഉത്തരവാണ് കണ്ടെത്തുക? അപ്പം ഇവർ പേടിച്ചുപോയി. ഞാൻ പറഞ്ഞത് ഈ മരിച്ചുപോയി ഇല്ല, ഈ ഇവിടുന്ന് അപ്രത്യക്ഷനായ ആളിൻ്റെ നഖവും ഇദ്ദേഹത്തിൻ്റെ മുടിയുമാണ്. ഇദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. പിന്നെ എങ്ങനെയാണ് ഇതിങ്ങനെ വന്നത്? ഇദ്ദേഹത്തിന് എന്തെങ്കിലും അപമൃത്യു സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ വല്ല കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു? ഈ വന്ന സ്ത്രീ ആരാണ്? നമ്മളിതിൻ്റെ വ്യാഖ്യാനങ്ങളെ ഇനി പറ്റുള്ളൂ. എൻ്റെ ബലമായ സംശയം ഇദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഈ കൊലയ്ക്ക് കാരണക്കാരനായിട്ടുള്ള ഇതെൻ്റെ കണ്ടെത്തലാണ്. ഈ വന്ന ലേഡി എന്ന് പറയുന്ന ഈ സ്ത്രൈണഭാവമുള്ള അദ്ദേഹമാണ്. ഈ ആണോ പെണ്ണോ അത് ആരാന്നറിയില്ല. ഇതെങ്ങനെയാണ് ഈ നനഞ്ഞ മനപിടിച്ച സമയത്ത്, ആ സമയത്താവും ഒരു പക്ഷേ അയാളുടെ മുടിയും ഈ നഖവുമെല്ലാം ഇവിടെ കുഴിച്ചിടാൻ ഉള്ള സംവിധാനം ഉണ്ടായത്. ഈ നായ് കുറച്ചുകൊണ്ടും അയാളുടെ പുറകെ വന്നതും ഒക്കെ തന്നെ ഇതിന് എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഒരു നായ, ഒരു ഭൈരവനെ, നമ്മൾ ഭൈരവൻ എന്നാണ് തന്ത്രശാസ്ത്രത്തെ പറയുക. ഭൈരവനെ സംബന്ധിച്ചിടത്തോളം അതിന് ആ മണം, ആ വേർപ്പ്, അത് ഭക്ഷണം കൊടുത്ത യജമാൻ്റെ സ്നേഹവും വേർപ്പും തിരിച്ചറിയാൻ പറ്റും. ആ നായ് ഓടിപ്പോയി എന്നാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ നായ് ഓടിപ്പോകാനുള്ള സാധ്യതയില്ല. ഈ സ്ത്രീ തന്നെ, ഈ വന്ന സ്ത്രൈണഭാവമുള്ള ഈ തന്ത്രമാന്ത്രികമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഈ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ പുരയിടത്തിൽ തന്നെ ഇത് കുഴിച്ചിട്ട് ആ ശക്തി ആവാഹിച്ചു കൊടുത്തുകൊണ്ട് അയാൾ തന്ത്രമാന്ത്രികത്തിൽ ഈ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് വളരെ ഭീകര മാന്ത്രികനായിട്ട്, ദുഷ്ട മാന്ത്രികനായിട്ട് കഴിയുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ നഖമാണ്, നല്ല നഖവും മുടിയുണ്ട്. അപ്പം ഈ അമ്മ പേടിച്ചു പോയി. ഞാൻ ആ ചങ്ങലോടുകൂടി തന്നെ അത് ചുരുട്ടിയെടുത്ത് ഞാനൊരു സഞ്ചിക്കകത്താക്കിയിട്ട് ഇപ്പോൾ ധനുഷ്കോടിയിൽ പോയപ്പോൾ അവിടെ ആ വെള്ളത്തിൽ ഞാൻ ഒഴുക്കി വിട്ടു.
അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കുമോ? ഇതൊരു മാന്ത്രിക കഥ എഴുതുന്ന നോവൽ പോലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഇനിയിപ്പോൾ അവിടെ വംശം ഉണ്ടാകുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് ഇത്തരം ആ കുടുംബത്തിൽ ബാക്കി ഉണ്ടായിരുന്നവർക്ക് സന്താനങ്ങളില്ലാതിരിക്കുകയും ദൈവവിശ്വാസമില്ലാതിരിക്കുകയും ആ കുലം നശിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഇനി അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകണമെങ്കിലേ ഉള്ളൂ. എന്തായാലും അത് ഈ ധനുഷ്കോടിയിലെ കടൽ ജലത്തിൽ അതിങ്ങനെ കറങ്ങി 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 ഞാൻ ആരോടും പറയാൻ നിന്നില്ല. ഇതിപ്പോൾ പറയേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് പറയാത്തത്. എനിക്കും ടീച്ചറിനെ മാത്രമേ അറിയാവുള്ളൂ. ഞാൻ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി അവിടെ ചെന്നതാണ്. അത് ആ ധനുഷ്കോടിയിലെ ജലത്തിൽ ഇങ്ങനെ കറങ്ങി അപ്രത്യക്ഷമാകുന്ന ഞാൻ കുറേ നേരം ആ പാറപ്പുറത്ത് ആ വേലത്തിനും നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഭൂമിയിൽ നമ്മൾ ഏത് ഫലം പറയുമ്പോഴും നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ദോഷങ്ങൾ, ഇപ്പോൾ ആ നായ് വല്ലതും ചത്തിട്ടുണ്ടോ? അതിനെ ഒരെണ്ണത്തിനെ അടിച്ചു കൊന്നു, അതിനെ ഒരെണ്ണം പാമ്പ് പിടിച്ച് ചത്തു. ഇതിനെല്ലാം കാരണങ്ങളുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് അന്ധവിശ്വാസമല്ല. എന്നെ ഞാൻ പറയുന്ന ഏത് കാര്യങ്ങളും, നമ്മളാൽ കർണേഷ്യാൽ ഫലം പറയുന്ന ഏത് വിഷയങ്ങളും തർക്ക വിഷയമാണ്. തർക്കിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ തർക്ക വിഷയം പരിഹരിച്ചു തരാനും ഞാൻ എളുപ്പമാണ്. ഇത് ഏത് സ്ഥലവും ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ചിട്ട് താങ്കൾ ഇങ്ങനെയൊക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ താങ്കൾക്ക് ഇങ്ങനെ അല്ലേ എന്ന് തിരിച്ചു വെച്ചോടുകൂടി ഞാൻ നിർത്തി. അതുകൊണ്ട് നമ്മളൊരു ഭൂമി മേടിക്കുമ്പോൾ, ഭൂമിയിൽ വീട് വയ്ക്കുമ്പോൾ, ഭൂമിയിൽ താമസിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഭൂമിയുടെ അടിയിലേക്കുള്ള ഒരുപാട് ലെയറുണ്ട്. കമ്പലനാഗത്തിൻ്റെ സാന്നിധ്യമുള്ള അത്തരം ലെയറുകളെ ചിന്തിച്ചിട്ട് നമ്മൾ ജനിക്കാൻ പോകുന്ന കുട്ടി, ബീജസങ്കലം കിടക്കുന്ന കട്ടിൽ, വയ്ക്കുന്ന മുറി, അതിൻ്റെ മോൾഭാഗം, ഇതെല്ലാം വലിയ ഘടകങ്ങളാണ്. ഇതെല്ലാം ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ആ അന്തരീക്ഷവുമായിട്ടും, ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് ഒരു പക്വതയായിരുന്നു കൊച്ചുകുട്ടി താമസിക്കുന്നതും പക്വതയായിരുന്ന ഒരു കുട്ടി താമസിക്കേണ്ട മുറികളെക്കുറിച്ച് ഇതെല്ലാം തന്ത്രശാസ്ത്രത്തിൽ വളരെ വളരെ അല്ലാതെ അങ്ങോട്ട് പോയി വാസ്തു മാത്രം നോക്കി ഇവിടെ കുഴിയിടൂ, ഇവിടെ കട്ടിൽ മാറ്റിയിടൂ, ഈ മുറി ഇടിച്ചുകളി, ഇതൊന്നും അല്ല വാസ്തു ഭൂമിയുടെ അടിവശത്തേക്ക് പോയിട്ട് അതിൻ്റെ തന്ത്രങ്ങൾ കണ്ടെത്തിക്കുറഞ്ഞുകൊണ്ട് വാസ്തു പരിഹാരങ്ങൾ പറഞ്ഞാൽ ഏത് ദുഷ്ടശക്തികളെയും നമുക്ക് അകറ്റി നിർത്താനും നമുക്ക് മനസ്സമാധാനവും ശാന്തിയും ലഭിക്കാനും ഇടയാവുമെന്നും ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഒരു ശക്തി ഉണ്ടെന്നും അതൊന്നല്ലെന്നും ആ ശക്തികളാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നല്ല ചിന്തകളോടുകൂടി നമ്മൾ ജീവിച്ചാൽ ജീവിതത്തിൻ്റെ അവസാന കാലം ശാന്തമായി മോക്ഷപ്രാപ്തി ലഭിക്കുന്നവനാണ് സമ്പന്നൻ, ശാന്തമായി ഉറങ്ങുന്നവനാണ് സമ്പന്നൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.